KSRTC കോംപ്ലക്സിലെ കടമുറികൾക്ക് മുൻവശം പേ പാർക്കിംഗ് സംവിധാനം ആരംഭിച്ചു. സ്വകാര്യ വ്യക്തിക്ക് കരാറടിസ്ഥാനത്തിൽ 5 വർഷത്തേക്കാണ് പാർക്കിങ്ങിനായി വിട്ടുകൊടുത്തത്. കടക്ക് മുൻവശത്തെ വൃത്തിഹീനമായ സ്ഥലം ഉൾപ്പെടെ കരാറുകാർ കമ്പിവേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് 8 മണിക്കൂറിന് 15 രൂപയും മുച്ചക്ര വാഹനങ്ങൾക്ക് 40 രൂപയും 4 ചക്ര വാഹനങ്ങൾക്ക് 25 രൂപയുമാണ് നിരക്കുകൾ. പാർക്കിംഗ് സ്ഥലത്ത് ഇന്റർലോക്ക് പോലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെ പേ പാർക്കിംഗ് ആരംഭിച്ച KSRTC നടപടിക്കെതിരെ വിമർശനമുയർന്നിരുന്നു. വൃത്തിഹീനമായ സ്ഥലത്താണ് വാഹനം പാർക്ക് ചെയ്യേണ്ടി വരുന്നതെന്ന് ഇരുചക്ര വാഹനക്കാർ പരാതി പറയുന്നു. പോയി കഴിഞ്ഞാൽ ആൾക്കാർ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാർ ചിലപ്പം കുറേ ദിവസം തന്നെ കാണും. അവർ പിന്നെ എപ്പോഴും തിരുവനന്തപുരം എല്ലാം പോയി സമാധാനത്തിൽ വന്നിട്ടാണ് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ചില ബൈക്കുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് പൊടി പിടിച്ച് നാശമായിട്ട് ഇവിടെ ഇട്ടിട്ട് പോകുക. കാരണം സേഫാണ്, വേറെ ആരും എടുക്കില്ല. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണി പൈസ വാങ്ങിക്കും. അവിടെ 24 മണിക്കൂറിലെ കടകളിലും ഓപ്പണാണ്. അപ്പോൾ അന്നേരം കാണാം ബൈക്ക് ഇവിടുന്ന് പോകുന്നില്ല. പിറ്റേ ദിവസം വന്നാൽ അത് ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ 3-4 ദിവസം കൊണ്ട് നമ്മൾ ഈ ഷോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഒരുപാട് വണ്ടിയും കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോൾ എടുത്ത് കൊണ്ടുവന്നില്ല, 3-4 ദിവസം വരെ കാണും. ചായ കുടിക്കാൻ വരുന്നവരോടും പാർക്കിംഗ് ഫീസ് വാങ്ങുന്നതായും ആരോപണമുണ്ട്. എന്നാൽ കരാറുകാരൻ അത് നിഷേധിക്കുകയാണ്. അതായത് പേ പാർക്കിംഗ് ഇപ്പം നടത്തിയത് ഇപ്പോൾ KSRTC ആണ്. KSRTCൻ്റെ ആൾക്കാർ ഇതിലൂടെ വരുന്ന സമയത്ത് അലക്ഷ്യമായിട്ടാണ് വാഹനങ്ങൾ ഇടുന്നത്. അതായത് ഈ ബൈക്കുകൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലുള്ളതല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ആവശ്യത്തിന് വരുന്നതല്ല. ഇവിടെ വെച്ചിട്ട് ബസ് കയറ്റിയിട്ട് പോകുന്ന ആൾക്കാരാണ് പല ജോലിക്കും. അത് അലക്ഷ്യമായിട്ട് ഇടുന്നത്. അതേപോലെ തന്നെ ഇവിടെയുള്ള കച്ചവടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അലക്ഷ്യമായിട്ട് വണ്ടി ഇട്ടിട്ടാണ് പോകുന്നത്. അതിപ്പോൾ ഇല്ലാണ്ടായി. ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിന് വരുന്ന വണ്ടിനെ മാത്രമേ ഇവിടെ പാർക്ക് ചെയ്യിക്കുള്ളൂ. അതിന് പേയൊന്നും വാങ്ങിക്കുന്നില്ല നമ്മൾ, ഇല്ല. കച്ചവട സ്ഥാപനങ്ങൾ മുമ്പിൽ വെച്ചിട്ട് അവരെ കടയിലേക്ക് പോകുന്നതിന് ക്യാഷ് ഈടാക്കുന്നില്ല. ഇത് ഒരുപാട് വണ്ടിയുണ്ടല്ലോ ഇവിടെ. വിവിധ ആവശ്യങ്ങൾക്കായി KSRTC കോംപ്ലക്സിലെത്തുന്ന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ പാർക്ക് ചെയ്യാൻ കഴിയുമെന്നതിനാൽ ചില വ്യാപാരികൾ ഈ സംവിധാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, ഗുണമുണ്ട് ദോഷമുണ്ടാവും. പക്ഷേ ഇനിയിപ്പം നമ്മൾ കസ്റ്റമറോടെല്ലാം പൈസ മേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം തന്നെയായിരിക്കും. പിൻവലിക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലല്ലോ. ഒന്നിക്കത് ഒരു വിശാലമായി വൃത്തിയാക്കലോ എന്നെ എന്തെങ്കിലും സൗകര്യം വേണ്ടേ? അധികം സൗകര്യം കുറവല്ലേ. ആദ്യം സൗകര്യം ചെയ്യുക, ഒന്നിക്ക് താർ ചെയ്യോ അല്ലേ എന്തെങ്കിലും വിശാലമായി എന്താ ചെയ്യോ, അതല്ല ചെയ്യേണ്ടത്. സിറ്റി ന്യൂസ്, കണ്ണൂർ.